ഹൈക്കോടതിക്ക് പ്രണാമം. ഉഗ്രൻ ഉത്തരവാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ വന്നിരിക്കുന്നത്. ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്തിന്റെ കാലിൽ തൊട്ട് പ്രണമിക്കുന്നു. ഇത്തരത്തിലുള്ള മികച്ച വിധികളാണ് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അന്തസ്സും മഹത്വവും ഉയർത്തുന്നത്. ഇത്രയധികം മീഡിയ പ്രഷർ ഉണ്ടായിട്ടും പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഗവൺമെന്റിന്റെയും സമ്മർദ്ദം ഉണ്ടായിട്ടും ഏറ്റവും മികച്ച വിധിയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകം തന്നിരിക്കുന്നത്. ആ വിധിയുടെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് പറയാമോ? ഈ ബാക്ക്ഗ്രൗണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ചെയ്ത വീഡിയോ ഇതേ സ്ഥലത്ത് ഇതേ കസേരയിലിരുന്ന് ചെയ്തതാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ 4 മാസമായി. അന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയായി വന്നിരുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രീതിയിൽ അതിശക്തമായി തിരിച്ചു വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുമെന്നും വരണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ വിളിച്ച് നമുക്ക് ഫയർ ചെയ്യാം, ഈ മര്യാദയ്ക്ക് നിയമസഭയിൽ പോകണം എന്ന് പറയുന്ന വീഡിയോയും മറ്റുമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതേ സെയിം സ്ഥലമാണ്. അതാണ് മേളിൽ കാണുന്നത്. അതേ സീറ്റിലിരുന്ന് അതേ സ്ഥലത്തിരുന്ന് ബാംഗ്ലൂർ എയർപോർട്ടിൽ 4 മാസത്തിനിപ്പുറം വീഡിയോ ചെയ്യാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമാണ്. എന്തായാലും ഹൈക്കോടതിയുടെ ഉഗ്രൻ വിധിയാണ്, കിടിലൻ വിധിയാണ്. ആ ഹൈക്കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്റെ കേസും കൂടെയൊക്കെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നില്ല. പക്ഷെ ഹൈക്കോടതിയുടെ വിധി ഞാനൊന്നും മലയാളത്തിൽ നിങ്ങൾക്ക് വേണ്ടി പറയാം. ആ ഹൈക്കോടതിയുടെ വിധിയിൽ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്ത, ഹൈക്കോടതി വിധിയുടെ ഭാഗം എല്ലാം പറയാം, എന്നാൽ പോലും കോടതി വ്യവഹാരങ്ങളെയും കേസുകളെയും ബഹുമാനിച്ചുകൊണ്ട് ഒരുപാട് ഭാഗപ്പെടുന്നു. ഹൈക്കോടതിയുടെ ഫൈൻഡിങ് അല്ലെങ്കിൽ ഹൈക്കോടതി സൂചിപ്പിച്ച കാര്യങ്ങൾ അത് മാത്രം പറയാമല്ലോ, അതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ ശക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ അതേപടി പാരഗ്രാഫ് വായിച്ച് മലയാളത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ശരി, ഞാൻ ആ പാരഗ്രാഫ്സ് എടുക്കാം. ആദ്യമൊക്കെ ഒരുപാടുണ്ട്, വേണമെങ്കിൽ എനിക്ക് വായിച്ച് പല കാര്യങ്ങളും പറയാം. പല ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം വിവാദപരമായ പശ്ചാത്തലമാണ്. അതുകൊണ്ട് ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഹൈക്കോടതി പറയുന്ന പാരാഗ്രാഫ് നമ്പർ 17 ഹൈക്കോടതിയുടെ വിധി ഞാൻ വായിക്കുകയാണ്. 3ാം റെസ്പോണ്ടന്റിന്റെ, അതായത് പരാതിക്കാരിയുടെ പറയുന്നത്, ആ പരാതിക്കാരിയെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അസോൾട്ടിന്, പീഡനത്തിന് വിധേയയാക്കി എന്നാണ്. എന്നിട്ട് അവർക്ക് ടാബ്ലറ്റ് കഴിക്കാൻ നിർബന്ധിച്ചു എന്നാണ്. ഹൗവർ, ഇൻ ദ ലാസ്റ്റ് വീക്ക് ഓഫ് മേയുടെ അവസാന ആഴ്ച 3rd റെസ്പോണ്ടന്റ് വോളണ്ടറിലി വിസിറ്റഡ്, അവർ തന്നെ സ്വമേധയാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പോയി എന്നും അവിടെ 2 ദിവസം താമസിച്ചു എന്നും കോടതി 17ാം പാരഗ്രാഫിൽ കണ്ടെത്തുന്നു. ഹി ക്ലെയിംസ് ദാറ്റ് ഡെസ്പൈറ്റ് ബീയിങ് മെന്റലി ഡിസ്റ്റർബ്ഡ്, അതായത് ആ വ്യക്തി പറയുന്നത് ആ വ്യക്തി മെന്റലി ഡിസ്റ്റർബ്ഡ് ആണെന്നാണ്. ആഫ്റ്റർ ദി ഇൻസിഡന്റ് ഓൺ 22/4/2025, ഏപ്രിൽ 22, 2025 സംഭവത്തിന് ശേഷം അവർ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയി എന്നാണ് പറയുന്നത്. പക്ഷേ ഷീ വെന്റ് ടു ദി ആപ്ലിക്കൻസ് ഫ്ലാറ്റ് അഗെയിൻ അറ്റ് ഹിസ് റിക്വസ്റ്റ്, അവർ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ലാറ്റിൽ പോയി. ഇറ്റ് അപ്പിയേഴ്സ് ഇംപ്രോബബിൾ ദാറ്റ് ദി 3rd റെസ്പോണ്ടന്റ്, ഇത് ഇംപ്രോബബിൾ ആണ്, നടക്കാൻ സാധ്യതയില്ലാത്തതാണ്. ഇത്തരം ഒരു ബ്രൂട്ടൽ അറ്റാക്ക് ആണ് ഏപ്രിൽ 22 അവർ അനുഭവിച്ചതെങ്കിൽ അവർ വില്ലിംഗ്ലി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ലാറ്റിൽ ചെല്ലുകയും 1 മാസത്തിനകം ചെല്ലുന്നത്? കോടതി ചോദിക്കുന്നു. ഷീ ഫർദർ അലജസ് ദാറ്റ്, ആ പെൺകുട്ടി വീണ്ടും അലജ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ മീഡിയക്കാർ പറയാത്തത്. ആ പെൺകുട്ടി പറയുന്നതെല്ലാം സത്യമെന്ന രീതിയിൽ നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുക. പകരം കോടതി പറയുന്നു, ആ പരാതിക്കാരി വീണ്ടും അലജ് ചെയ്യുന്നത്, ആരോപിക്കുന്നത് ആ സ്റ്റേയിൽ മറ്റൊരു പീഡനം നടന്നു എന്നാണ്. എന്നിട്ടും 2 ദിവസം ആ ഫ്ലാറ്റിൽ ആ പെൺകുട്ടി താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പരാതിക്കാരി ആ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുകയാണ്. എന്നിട്ട് വിത്തൗട്ട് അസേർട്ടിങ് that she attempted to leave but was restrained, അതാണ് കോടതിയുടെ വാചകം. ഇനി എടുത്തോട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് വളരെ മിതത്വത്തോടെ മയമായി ബഹുമാനപ്പെട്ട കോടതി പറയുന്ന കാര്യങ്ങൾ അതേപോലെ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്? കാര്യം എന്റെ അടക്കം ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പരാതിക്കാരിയും പോലീസുകാരും ഒക്കെ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. This conduct prima facie suggests the existence of a consensual sexual relationship, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമുണ്ടെന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. ദോ ദ മാറ്റർ റിക്വയർസ് ഫൈനൽ അഡ്ജുഡിക്കേഷൻ അറ്റ് ട്രയൽ, ട്രയല് വരുമ്പോൾ, അതായത് വിചാരണാ ഘട്ടത്തിൽ ഇത് ഫൈനൽ അഡ്ജുഡിക്കേഷൻ വരും. പക്ഷേ പ്രഥമ ദൃഷ്ടിയ ഇവർ തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ കോടതി കണ്ടെത്തുന്നുണ്ട്.
പാരഗ്രാഫ് നമ്പർ 18. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബിലീവ് ദാറ്റ് ദ തേർഡ് റെസ്പോണ്ടന്റ് ബീയിങ് എ മാരീഡ് ആൻഡ് മെച്യൂർ വുമൺ. ഈ മൂന്നാമത്തെ റെസ്പോണ്ടന്റ്, അതായത് പരാതിക്കാരി, ആദ്യ കേസിലെ പരാതിക്കാരി വിവാഹിതയാണ്, മെച്യൂർ വുമൺ ആണ്. ഇത് രണ്ടും പറഞ്ഞതിനാണ് എന്നെ അടക്കം ആൾക്കാർക്ക് ദേഷ്യവും മറ്റും ഉള്ളത്. ഇത് ആദ്യം കേരളത്തോട് പറഞ്ഞ ഞാനാണ്. വുഡ് ഇൻവൈറ്റ് ദ ആപ്ലിക്കന്റ്, രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കുമെന്നും പിന്നീട് പാലക്കാടോട്ട് ട്രാവൽ ചെയ്യുമെന്നും അദ്ദേഹവുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുമെന്നും ഒക്കെ മാരീഡ് ആൻഡ് മെച്യൂർഡ് വുമൺ ആണ് എന്ന കാര്യം കൊണ്ട് തന്നെ it is difficult to believe that the third respondent, being a married and mature woman, would invite the applicant to her apartment and subsequently travel to Palakkad to stay with him unless she was willing to engage in physical relationship. അവർ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഏർപ്പെടാൻ തയ്യാറുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഫ്ളാറ്റിൽ പോകുന്നതും അതിനുശേഷം പാലക്കാടോട്ട് യാത്ര ചെയ്യുന്നതും. The absence of any contemporaneous complaint on these occasions reinforces the inference. ആ സമയത്ത് പരാതി ഒന്നും കൊടുത്തില്ല എന്നുള്ളത് ഈ നിഗമനത്തെ, ഈ കണ്ടെത്തലിനെ സാധൂകരിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. Moreover, the WhatsApp chat between the applicant and the third respondent, as well as between the third respondent and accused number 2, reveal an intense personal relationship. ഓക്കെ, ആദ്യം ഞാനാണ് കേരളത്തോട് പറഞ്ഞത്, ഓർമ്മയില്ലേ? അവർ തമ്മിൽ ഒരു ആക്റ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഇന്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഡു നോട്ട് ഇൻഡിക്കേറ്റ് എനി എലിമെന്റ് ഓഫ് കോയേർഷൻ ഓർ ഫോഴ്സ്. ഏതെങ്കിലും രീതിയിലുള്ള ഫോഴ്സോ കോയേർഷനോ ഇതിലുണ്ട് എന്ന് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. ടേക്കൺ ടുഗദർ, these circumstances point towards the likelihood of a consensual physical relationship between സെക്ഷൽ ഇന്റർകോഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ മൂടിക്കെട്ടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. 22/4/2025 ആൻഡ് അഗെയിൻ ലാസ്റ്റ് വീക്ക് ഓഫ് May. അതായത് ഇവർ തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു ബന്ധം എന്ന് കോടതി കണ്ടു. അടുത്തതാണ് ഏറ്റവും കിടിലം, പാരാഗ്രാഫ് നമ്പർ 19. Not every instance of consensual sexual intercourse in a failed relationship can be characterized as rape. പരസ്പരം സമ്മതപ്രകാരമുള്ള ബന്ധത്തിലെ ശാരീരിക ബന്ധം അത് റിലേഷൻഷിപ്പ് തകർന്നു കഴിഞ്ഞാൽ പീഡനമാണ്, റേപ്പാണ്, ബലാത്സംഗമെന്ന് പറയാൻ കഴിയില്ല. നോട്ട് എവരി ഇൻസ്റ്റൻസ്, എല്ലാ ഇൻസ്റ്റൻസും പറയാൻ കഴിയില്ല. 2 അഡൽട്ടുകൾ വോളണ്ടറിലി കൺസെന്റ് ടു എൻഗേജ് ഇൻ സെക്ഷൽ റിലേഷൻസ് ആൻഡ് കണ്ടിന്യൂ സച്ച് ആക്ടിവിറ്റി ഓവർ എ പ്രൊലോങ് പീരീഡ്. 2 പേരും സമ്മതത്തോടുകൂടി ബന്ധപ്പെടുകയാണ്, അതൊരു പ്രൊലോങ് പീരീഡിലേക്ക് പോവുകയാണ്. ഇറ്റ് ക്യാൻ ഓൺലി ബി കൺസ്ട്രൂഡ്, ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആക്ട് ഓഫ് മ്യൂച്വൽ ചോയ്സ് ഓർ പ്രോമിസ്ക്വിറ്റി. അതൊരു മ്യൂച്വൽ ചോയ്സോ പ്രോമിസ്ക്വിറ്റി ആണ്. പ്രോമിസ്ക്വിറ്റിയുടെ മലയാളം ഞാൻ പറയുന്നില്ല. അതൊരു മ്യൂച്വൽ ചോയ്സ്, പരസ്പര സമ്മതമുള്ള ചോയ്സ് ആണ്. അത് ഒരു ലൈംഗിക അതിക്രമമായി കാണാൻ കഴിയില്ല. അടുത്തതാണ് കിട്ടിലം. Supreme Court has expressed serious concern over the recent trend of invoking rape laws to criminalize the breakdown of consensual relationship. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ ഗൗരവമായ ഒരു കൺസേൺ ആണ് ഉയർത്തിയിരിക്കുന്നത്. റീസെന്റ് ട്രെൻഡ്, ഇപ്പം കുറച്ച് ട്രെൻഡ് ഉണ്ട്. ഇത് പരസ്പര ബന്ധം തകർന്നു കഴിഞ്ഞാൽ അതിനെ റേപ്പ് വെച്ച്, പീഡനം വെച്ച് കൊണ്ടുവരിക. മഹേഷ് ദമു ഖമരെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര അടക്കം ഈ ഡിസ്റ്റർബിംഗ് ആയ ട്രെൻഡ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കൺസെൻഷ്വൽ റിലേഷൻഷിപ്പിനെ ക്രിമിനലൈസ് ചെയ്യുന്നതിന്റെ ട്രെൻഡ്. ഇതേപോലെ പ്രശാന്ത് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് NCT ഓഫ് ഡൽഹി, അതിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു മിയർ ബ്രേക്കപ്പ്, ഒരു ബന്ധത്തിലെ തകർച്ച ബിറ്റ്വീൻ 18 വയസ്സ് കഴിഞ്ഞ അഡൽട്സ് തമ്മിൽ ജസ്റ്റിഫൈ ഇന്റിമേഷൻ ഓഫ് ക്രിമിനൽ പ്രൊസീഡിങ്സ്, അത് ക്രിമിനൽ പ്രൊസീഡിങ്സ് അഥവാ ക്രിമിനലൈസ് ചെയ്യാനുള്ള ഒരു വഴിയല്ല. മോസ്റ്റ് റീസെന്റ് പ്രമോദ് കുമാർ നവരത്ന, അതായത് സുപ്രീം കോടതിയുടെ വിധി, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വിധി പോലും ഇതിൽ കോട്ടിയിട്ടുണ്ട്. കിടിലമാണ്. പ്രമോദ് കുമാർ നവരത്ന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ്. കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒഫൻസ് ഓഫ് റേപ്പ് അല്ലെങ്കിൽ പീഡനം പോലുള്ള കാര്യങ്ങൾ ബീയിങ് ഓഫ് ദി ഗ്രേവസ്റ്റ് കൈൻഡ്സ്, അത് ഏറ്റവും നികൃഷ്ടമാണത്. ഇത് ഇൻവോക്ക് ചെയ്യേണ്ടത്, പറയേണ്ടത് ജെനുവിനായ സെക്ഷുവൽ വയലൻസിലാണ്, കോവേർഷനും ആബ്സെൻസ് ഓഫ് ഫ്രീ കോൺസെന്റുമാണ് എന്നാണ്. അപ്പോ ദി കോർട്ട് ഹാസ് ദസ് കണ്ടംഡ് ദ പ്രാക്ടീസ്. ഓർക്കുക, ഹൈക്കോടതിയാണ് പറയുന്നത്. സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിനെ അപലപിച്ചിട്ടുണ്ട്. എല്ലാ ബന്ധവും തകരുമ്പോൾ ആ ബന്ധത്തിന് പീഡനമാണെന്ന് പറയുന്നതും ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തെ അഥവാ നമ്മുടെ നിയമ സംവിധാനത്തെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതും ഗ്രീവിയൻസസിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതും ശരിയല്ല. അപ്പോ ഇനിയും ഹൈക്കോടതി പറയുന്നു, ഹൈക്കോടതിക്ക് ഇവർ രണ്ടുപേരും വ്യക്തിപരമാണ്. 20-ാം പാരാഗ്രാഫ്, വാസ് ഡിവൈഡ് ഓഫ്, ആ പെൺകുട്ടിയുടെ അനുമതി ഇല്ലാതെയാണ് എന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല, ഐ എം നോട്ട് പെർസ്വേഡഡ് എന്നാണ് അദ്ദേഹം വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 2,
ആ പെൺകുട്ടി ടാബ്ലറ്റ് കഴിച്ചത്, ആ പെൺകുട്ടി 21-ാം പാരാഗ്രാഫാണ്. ആ പെൺകുട്ടി ടാബ്ലറ്റ് കഴിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. However, when considered alongside annexures of 5 to 7 transcript of WhatsApp chat, ഇവർ തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തേർഡ് റെസ്പോണ്ടന്റ് അൾട്ടിമേറ്റ്ലി കൺസെന്റഡ് ടു ടെർമിനേറ്റ് ദി പ്രഗ്നൻസി. അതായത് ഈ പരാതിക്കാരിയുടെ അനുമതിയോടുകൂടിയും കൺസെന്റോടുകൂടിയും ആ പരാതിക്കാരിയും കൂടി അറിഞ്ഞുകൊണ്ടും സമ്മതത്തോടു കൂടിയുമാണ് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്തത്. വാട്സ്ആപ്പ് ചാറ്റുകൾ വീണ്ടും റിവീൽ ചെയ്യുന്നു, വെളിപ്പെടുത്തുന്നു ഈ റെസ്പോണ്ടന്റ് തന്നെയാണ്, പരാതിക്കാരി തന്നെയാണ് ടാബ്ലറ്റുകൾ ചോദിച്ചത്. ഓർക്കുക, പരാതിക്കാരി തന്നെയാണ് ടാബ്ലറ്റുകൾ ചോദിച്ചത്. ആ പെൺകുട്ടിയുടെ ലൊക്കേഷൻ ഷെയർ ചെയ്തത്, മെഡിസിൻ റിസീവ് ചെയ്തത് ഫ്രം അക്യൂസ് നമ്പർ 2, അക്യൂസ് നമ്പർ 2-ൽ നിന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ അക്യൂസ് നമ്പർ 2-ൽ നിന്ന്. ഇത്തരം കാര്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ പ്രൈമ ഫേസി സജസ്റ്റ് ദാറ്റ് തേർഡ് റെസ്പോണ്ടന്റ് പരാതിക്കാരി വോളണ്ടറിലി ആണ്, സ്വമേധയാ സമ്മതത്തോടു കൂടിയാണ് ആ പില്ലുകൾ കഴിച്ചതെന്നുള്ളതാണ്. അപ്പോ പെൺകുട്ടിയുടെ കൺസെന്റ് അതിനില്ലായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇനി 2, വെദർ സച്ച് കൺസെന്റ് വാസ് വിഷിയേറ്റഡ് ബൈ ഫോഴ്സ്, കോയേർഷൻ ഓർ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അത് ഏതെങ്കിലും രീതിയിൽ നിർബന്ധിച്ചാണെങ്കിൽ അത് ഈസ് എ മാറ്റർ ടു ബി എസ്റ്റാബ്ലിഷ് ത്രൂ എവിഡൻസ് ഡ്യൂറിംഗ് ട്രയൽ. ആ ട്രയലിന്റെ ഘട്ടത്തിൽ എവിഡൻസിൽ കൂടെയാണ് വരുന്നത്. ഇതാണ് ബഹുമാനപ്പെട്ട പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും വളരെ ഗംഭീരമായ വെർഡിക്റ്റ് ആണ് ഇത്. സുപ്രീം കോടതിയുടെ വിധി, പ്രമോദ് കുമാർ നവരത്ന കേസ് അടക്കം കോട്ട് ചെയ്ത് ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്തിന്റെ ഗംഭീരമായ വിധിയാണ്. ഓരോ പുരുഷനും ഓരോ മനുഷ്യനും നീതി ആഗ്രഹിക്കുന്ന സ്ത്രീയും പുരുഷനും ഒരേപോലെ ആഘോഷിക്കേണ്ട വിധിയാണ്. കുറച്ചു കാലമൊക്കെ കള്ളം പറഞ്ഞ് നാട്ടുകാരെ കരിവാരത്തേക്കാം, എല്ലാ കാലവും അത് പറ്റില്ല എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശക്തമായ തിരിച്ചുവരവാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ മാത്രമല്ല, കൃത്യമായ റിട്ടേൺ ഓർഡർ. ആ റിട്ടേൺ ഓർഡറിന്റെ മലയാളമാണ് ഞാൻ വായിച്ചത്. ആ റിട്ടേൺ ഓർഡറിൽ അതിശക്തമായി തന്നെ പീഡനമല്ലെന്നും കൺസെന്റോടുകൂടിയാണ് ബന്ധമുണ്ടായതെന്നും ഗർഭനിരോധന ഗുളികൾ കഴിച്ചതും പ്രഥമ ദൃഷ്ടി ആ കൺസെന്റോടുകൂടി തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഹൈക്കോടതിക്ക് ഒരു സല്യൂട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നീതിക്ക് വേണ്ടി പോരാടിയ എല്ലാവർക്കും ഒരു സല്യൂട്ട്. ഇത്രയും വലിയ മീഡിയ പ്രഷർ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പോലീസും പ്രോസിക്യൂഷനും മീഡിയയും എല്ലാം മറുഭാഗത്ത് നിന്നിട്ടും നമ്മളടക്കമുള്ള കുറച്ചു പേർക്ക് പോരാടാൻ കഴിഞ്ഞതും വിജയിക്കാൻ കഴിഞ്ഞതും സത്യത്തിന് ശക്തി ഉള്ളതുകൊണ്ടാണ്. ആ സത്യത്തിന്റെ ശക്തിയാണ് ഇന്ന് ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്തിന്റെ വിധിയിലൂടെ വെളിയിൽ വന്നിരിക്കുന്നത്. ഹൈക്കോടതിക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. രാഹുൽ കൂടുതൽ ശക്തനായി തിരിച്ചു വരട്ടെ. ഇത് സത്യം ജയിച്ച ദിവസമാണ്. ജയ് ഹിന്ദ്.